ചൂട് സമയത്ത് ഉണ്ടാവുന്ന ഈ പഴത്തിനെ ചൂടുവെള്ളം ഒഴിച്ചങ്ങോട്ട് തണുപ്പിക്കുക. കേട്ടിട്ടില്ലേ? ഉഷ്ണം ഉഷ്ണേന ശാന്തി. പാൻ ചൂടാവുമ്പോ കുറച്ച് നാളികേരവും ഇച്ചിരി ബദാമും ലേശം അണ്ടിപ്പരിപ്പും മൂന്നും കൂടി ചേർത്തിട്ടേ അങ്ങോട്ട് വറക്കുക. മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടേ നല്ലോണം അങ്ങോട്ട് പൊടിയായി ഇതുപോലെ അങ്ങോട്ട് ആക്കണം. വയർ നിറച്ച് ചൂടുവെള്ളമൊക്കെ കുടിച്ച് ദാഹം തീർത്തിരിക്കുന്ന ഈത്തപ്പഴത്തിനെ നമ്മള് കുരു എല്ലാം മാറ്റിട്ട് മിക്സിയിൽ അങ്ങോട്ട് അടിക്കുക. 1 മിനിറ്റ് ട്ടാ. എന്താ ഒരു അപശബ്ദം? മിക്സിയിലുണ്ടെന്നല്ല പൊട്ടലും ചീട്ടിലും. ഇത് ഞാൻ മാറ്റിയതാണല്ലോ. പ്രേതബാധ. ഇച്ചിരി നെയ്യ് ഒഴിച്ചിട്ടേ ചതച്ച ഈത്തപ്പഴം ഇട്ടിട്ട് പിന്നെ നമ്മൾ പൊടിയാക്കി വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഒക്കെ കൂടി അങ്ങോട്ട് വറക്കുക. റവ, കടലമാവ്, ഇങ്ങനെ പല ജാതി വസ്തുക്കളുണ്ട് നമ്മൾ ലഡു ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് അല്ലേ? പക്ഷെ ഇങ്ങനെ ലഡു ഇത്രയും കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ, അതും ഈത്തപ്പഴം വെച്ചിട്ട് നിങ്ങളുടെ ജിന്ദഗിയിൽ അല്ലെങ്കിൽ വേണ്ട ഈ ദുനിയാവെന്ന് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല. ഇതിന്റെ രുചി എങ്ങനെ ചോദിച്ചാലേ ആദ്യം കള്ളം പറയാം. എന്ത് സാധനം ഇത്, വായിൽ വെക്കാൻ കൊള്ളില്ല. ഇനി സത്യം പറയട്ടെ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. എന്തൊരു രുചി അതിന്, വിശ്വസിക്കാൻ പറ്റില്ല. ഇത്ര ടേസ്റ്റിലൊക്കെ ഞാൻ പാചകം ചെയ്യോ?